നടനും കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയെ പച്ചയ്ക്ക് ആക്ഷേപിച്ച് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞൊരു കോണ്ടന്റ് ക്രിയേറ്റർ. ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ സീക്രട്ട് ഏജന്റ് ഒരു സ്റ്റോറി കണ്ടു. ആ സ്റ്റോറിയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പൊളിറ്റിക്സ് ഈസ് എ ഡ്രാമ, ഹീ പ്ലേസ് ദ ജോക്കർ റോൾ. അതായത് കോമാളിയുടെ റോളാണ് പൊളിറ്റിക്സിൽ സുരേഷ് ഗോപിക്ക് എന്നാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത്. അപ്പോൾ ഈ സീക്രട്ട് ഏജന്റിന്റെ ആ സ്റ്റോറി നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു പള്ളിയിൽ നേർച്ചക്കൽ കൊടുക്കുന്ന സുരേഷ് ഗോപിയെ നമുക്ക് കാണാം. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത 2-3 ദിവസത്തിന് മുമ്പാണ് വഖഫ് ഭേദഗതി ബില്ല് പാസ്സായത്. അതിനുശേഷം സുരേഷ് ഗോപി നാട്ടിൽ വന്നതിന് ശേഷം ആദ്യം പോയത് ഒരു ക്രിസ്തീയ ദേവാലയത്തിലാണ്, കൊരട്ടിപ്പള്ളി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ വിഷ്വൽ ഞാൻ കണ്ടാണ്. അവിടെ ഒരു നേർച്ചക്കൊല കൊടുക്കുന്നു, അവിടെ ഒരു നേർച്ചയും സുരേഷ് ഗോപി ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് ജോക്കർ എന്നുള്ള രീതിയിൽ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്? അതിനു മുമ്പ് ഇതേ സീക്രട്ട് ഏജന്റ് മറ്റൊരു സ്റ്റോറിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഇരിക്കുന്ന സുരേഷ് ഗോപിയുടെ വിഷ്വൽ എടുത്തിട്ട് ഒരു കോമഡി പീസ് പോലെയാണ് കാണിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിൽ 20 ലോക്സഭാ എം പിമാരുണ്ട്. ലോക്സഭാ എം പിമാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 20 പേരുണ്ട്. അതിൽ 19 പേരും മുനമ്പത്തെ മനുഷ്യരെ തള്ളി പറഞ്ഞപ്പോൾ ഒരൊറ്റ മനുഷ്യൻ മാത്രമാണ് വഖഫ് ഭേദഗതി ബില്ലിൽ പിന്തുണച്ചുകൊണ്ട് മുനമ്പത്തെ മനുഷ്യരോടൊപ്പം നിന്നത്. സുരേഷ് ഗോപി എന്ന് പറയുന്ന നേരത്തെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ രാഷ്ട്രീയത്തിൽ വന്നിട്ട് വീട്ടിലേക്ക് അരിമേടിച്ചു കൊടുക്കേണ്ട ഗതികേടൊന്നും സുരേഷ് ഗോപിക്കില്ല. ആവുന്ന പ്രായത്തിൽ സിനിമയിൽ വന്നിട്ട് ആവുന്ന പ്രായത്തിൽ തന്നെ സൂപ്പർ സ്റ്റാർ ആയിട്ട് നല്ല രീതിയിൽ പണം ഉണ്ടാക്കിയ ഒരാൾ തന്നെയാണ് സുരേഷ് ഗോപി. അതിനുശേഷം അയാൾക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയത്തിലേക്ക് സുരേഷ് ഗോപി വരുന്നു. അയാൾക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയത്തിലേക്കാണ് വരുന്നത്. വഖഫ് ഭേദഗതി ബില്ലിനെ സപ്പോർട്ട് ചെയ്ത് മുനമ്പത്തെ മനുഷ്യരെ സപ്പോർട്ട് ചെയ്ത ഒരാളെയൊക്കെയാണ് ചില ആൾക്കാർ പച്ചയ്ക്ക് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സീക്രട്ട് ഏജന്റ് ആരാണ്? സീക്രട്ട് ഏജന്റ് പെർഫോമൻസ് നമ്മൾ ബിഗ് ബോസ് ഷോയ്ക്ക് അതോടെ കണ്ടുകയാണ്. നിങ്ങൾ അവിടെ പോയി എന്താണ് ചെയ്തതെന്ന് നമ്മൾ കണ്ടുകയാണ്. നിങ്ങൾ അവിടെ പോയി എന്ത് പെർഫോം ചെയ്തെന്ന് ഞങ്ങൾ കണ്ടുകയാണ്. ഇപ്പോഴും കുറേ ആൾക്കാർ കമന്റ് ബോക്സിൽ കണ്ണാപ്പി എന്ന് വിളിക്കുന്നത് എന്തിനാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനിവിടെ കൃത്യമായ കാര്യം പറയാം. നിങ്ങൾ സുരേഷ് ഗോപിയെ ജോക്കർ എന്ന് വിളിക്കാൻ നേരത്തെ സുരേഷ് ഗോപി എന്താണ് പിന്നെ ചെയ്യേണ്ടത്? എല്ലാ മതത്തിനെയും എതിരായിട്ട് പ്രവർത്തിക്കണം. ഞാൻ സുരേഷ് ഗോപി പള്ളിയിൽ പോയാൽ പള്ളിയിൽ ആവണമെന്നോ അല്ലെങ്കിൽ ഒരു മുസ്ലിം പള്ളിയിൽ പോയാൽ അവിടുത്തെ ഉസ്താദാവണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. സുരേഷ് ഗോപി വിശ്വാസിയാണ്. ഇതിനു മുമ്പ് സുരേഷ് ഗോപി പലപ്പോഴും പള്ളിയിൽ പോകാറുണ്ട്, ക്രിസ്തീയ ദേവാലയത്തിൽ. അത് രാഷ്ട്രീയക്കാരനായതുകൊണ്ട് മാത്രമല്ല, അതിനു മുമ്പും പോയിട്ടുണ്ട്. രാഷ്ട്രീയക്കാരനായപ്പോഴാണ് ലൂർദ് മാതാ പള്ളിയിൽ പോയിട്ടൊരു കിരീടം, അവരുടെ മകളുടെ കല്യാണത്തിന് മുമ്പ് ഒരു കിരീടം ഫാമിലിയായിട്ട് കൊണ്ട് കൊടുത്തപ്പോൾ പോലും ഇവിടെ ചെമ്പ് ഗോപി എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ച ആൾക്കാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്കിടയിൽ നിന്നുമാണ് ഇതുപോലെ കോമാളി വിളികളൊക്കെ വരുന്നത്. സുരേഷ് ഗോപി ഇതിനു മുമ്പും എല്ലാ മതങ്ങളോടും വളരെ മാന്യമായി തന്നെ പെരുമാറുന്ന ഒരാളാണ്. ക്രൈസ്തവ വിശ്വാസത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആൾ കൂടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതല്ല നമ്മുടെ വിജയ് ചെയ്ത പോലെ പ്രഹസനം എവിടെയും കാണിക്കാൻ പോയിട്ടില്ല എന്ന് കൂടി നമ്മൾ ആലോചിക്കാം. ഇനി നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, BJPയുടെ നേതാക്കന്മാരെല്ലാം വർഗീയവാദികളാണ്, അവർ വർഗീയതയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ അല്ലേ നിങ്ങളും പറയുന്നത്. നമ്മളെല്ലാവരും പറയാറുണ്ട്, പല ആൾക്കാരും പച്ചയ്ക്ക് വർഗീയത പറയുന്നുണ്ടെന്ന്. സുരേഷ് ഗോപി അങ്ങനെ പറയണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സുരേഷ് ഗോപി ഒരു പള്ളിയിൽ പോയി ആ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, നേർച്ച കൊടുക്കുന്നു, ഒരു വിശ്വാസപരമായിട്ട് മുമ്പോട്ട് പോകുന്നു, എല്ലാവരും ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള സപ്പോർട്ട് ചെയ്യല്ലേ സത്യത്തിൽ വേണ്ടത്? അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? സുരേഷ് ഗോപി വർഗീയത പറയണോ? മറ്റു മതത്തോട് വിദ്വേഷം വെച്ച് പുലർത്തണോ? അല്ലെങ്കിൽ ക്രൈസ്തവരെ അപമാനിക്കണോ? പള്ളിയെ അപമാനിക്കണോ? അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സുരേഷ് ഗോപി ജയിച്ചപ്പോൾ പോലും ഒരു ക്രൈസ്തവ ദേവാലയത്തിന്റെ പേരാണ് എടുത്തു പറഞ്ഞത്. ഇപ്പോൾ ആളുകൾ പിന്നെ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പെരുമാറണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? പിന്നെ മീഡിയക്കാരുമായി ബന്ധപ്പെട്ട് അതിനകത്തൊരു തെറ്റിദ്ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സുരേഷ് ഗോപിയുടെ പിന്നാലെ ഭയങ്കര നമ്മൾ ഈ വേട്ടയാടാൻ നടക്കുന്ന പോലെയാണ് മീഡിയക്കാർ പിന്നാലെ നടക്കുന്നത്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ കാണിക്കുന്നതും അങ്ങനെയാണ്. അനാവശ്യമായ രീതിയിൽ ഒരാളെ ചൊറിയാൻ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ട്. അത് ഞാനായാലും നിങ്ങളായാലും ഉണ്ടാവും. ഇത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മീഡിയക്കാരെന്ന് പറയുന്നത് ഭയങ്കര പുണ്യാളന്മാരാണെന്നൊന്നും വിചാരിച്ച് കളയരുത്. ഇവർക്കെല്ലാം വ്യക്തമായ രാഷ്ട്രീയമുള്ളതാണ്. പിന്നെ BJP എന്ന് പറയുന്നത് കേരളത്തിൽ വലിയ സപ്പോർട്ടില്ലാതെ വലിയ ജനപിന്തുണ ഇല്ലാത്തൊരു പാർട്ടിയാണ്. നമ്മുടെ നാട്ടിലെ സാംസ്കാരിക മേഖലയിലെല്ലാം ഇടതുപക്ഷത്തിനും അല്ലെങ്കിൽ വലതുപക്ഷത്തിനും, ഞാൻ പറയുന്നത് കോൺഗ്രസിൻ്റെ കാര്യമാണ്, ഇവർക്കൊക്കെ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. അവിടേക്കാണ് സുരേഷ് ഗോപിയെ പോലുള്ള ആൾ BJPക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്. സ്വാഭാവികം വലിയ രീതിയിൽ എതിർപ്പുണ്ടാവും. ഇത് കുറേയൊക്കെ മാറും. ത്രിപുരയിലായാലും ബംഗാളിലൊക്കെ ആയാലും ഇതിൽ വലിയ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു നമുക്കറിയാം. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. BJP എന്ന് പറഞ്ഞ പാർട്ടിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് സുരേഷ് ഗോപിയോട് ആൾക്കാർ കോമാളി എന്നൊക്കെ വിളിക്കുന്നത്. സുരേഷ് ഗോപിയെ കോമാളി എന്ന് വിളിച്ച ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, സുരേഷ് ഗോപി പിന്നെ എന്താണ് വർഗീയത വിളിച്ചു പറയണോ? സുരേഷ് ഗോപി വർഗീയത എവിടെയെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇതുവരെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിയോട് നിങ്ങൾക്ക് ഭയങ്കര വിദ്വേഷം ഉണ്ടായിരിക്കും. കാര്യം കൃത്യമായിട്ട് അറിയാം. സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ 1/4 പോലും ഈ കേന്ദ്രമന്ത്രിയായിട്ട് കിടന്ന് ഓടുമ്പോൾ കിട്ടാനുമില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സുരേഷ് ഗോപി ഒരു നടനായിട്ട് നിന്നായിരുന്നെങ്കിൽ ഇന്നും സൂപ്പർ സ്റ്റാർ പദവിയിൽ പുള്ളിക്കാരൻ നിൽക്കുകയും ചെയ്തേനെ. ഇതിനിടയിൽ നിന്നും പുള്ളി വ്യക്തിപര രാഷ്ട്രീയമായിട്ട് മുമ്പോട്ട് വരുന്നു. അത് ഈ ജനാധിപത്യ നാട്ടിൽ എന്താണ് കുഴപ്പം? ആർക്കാണ് കുഴപ്പം? സുരേഷ് ഗോപി ഒരു വിശ്വാസമായിട്ട് മുമ്പോട്ട് വന്നു. സുരേഷ് ഗോപിക്ക് എന്താ ക്രിസ്ത്യ ദേവാലയത്തിൽ പോയിക്കൂടെ? പോകാമല്ലോ. ആർക്കെന്താണ് പ്രശ്നം? ഇതിപ്പോൾ കോമാളി എന്ന് വിളിക്കുന്ന യഥാർത്ഥത്തിൽ നിങ്ങൾക്കുള്ളിലെ കുരുപൊട്ടുന്നതാണ്. പിന്നെ നിങ്ങളുടെ കമ്പനി ആരൊക്കെയാണെന്ന് എല്ലാവരും കണ്ടിട്ടുമുണ്ട്. ആദ്യമായിട്ട് പേജ് കാണുന്നത് ഫോളോ ചെയ്യുക.